ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു R&B ബ്ലോഗ്സ്. ഇനി നമുക്ക് നല്ല സേമിയ പായസം ഉണ്ടാക്കിയാലോ. അതും ലൈറ്റിൻ്റെ ക്ലിറ്റുമുണ്ട്. ഇതിലേക്ക് ഞാൻ ചവ്വരിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചവ്വരി ആദ്യം തന്നെ നമുക്കതെടുത്ത് വെള്ളം ഒഴിച്ചൊരു 15 മിനിറ്റ് കുതിരാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഒരുവിധം കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒരു മുരിഞ്ഞൊരു പരിവാകുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ആ ചവ്വരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. 2 തവണ കഴുകിയാൽ മതിയാവും. ഒത്തിരി ഉടച്ച് കഴുകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി. ഇത് പതയൊക്കെ പൊങ്ങി ഒന്ന് പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരി വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ആ 5 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പായസക്കിറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പായസക്കിറ്റിൽ മുന്തിരിയും കശുവണ്ടിയും ഏലക്കായും അതുപോലെ തന്നെ ആഡായിട്ട് വരുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ചേർക്കേണ്ട വരുന്നില്ല. എന്നാലും ഞാൻ ആ ഒരു കപ്പലണ്ടിയും മുന്തിരിയും ചേർത്തത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. കുറച്ചുകൂടി ഫ്ലേവർ വന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. ഇപ്പം നമുക്ക് ആദ്യം മിക്സ് അങ്ങ് കൂട്ടി കൊടുക്കാം. മിക്സ് ഇട്ട് തന്നെ ഉറപ്പായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ മിക്സ് വെന്ത് വരാൻ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ പതയൊക്കെ വങ്ങ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏറെക്കുറെ തയ്യാറാവായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ തയ്യാറായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കേ.